ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്ന ദൃഢതയുള്ള തീരുമാനങ്ങൾ, അതിനായുള്ള ഉറച്ച കാൽവെപ്പുകൾ, എതിർപ്പുകൾ നേരിടാനുള്ള അസാമാന്യമായ ചങ്കൂറ്റം. കേരളത്തിന്റെ ജനനായകൻ പിണറായി വിജയന് ജന്മദിനാശംസകൾ. ഇതുവരെയുള്ള ജീവിതപാതയിലേക്ക് ഒരു തിരനോട്ടം. കേരളീയരുടെ മനസ്സിൽ പ്രതിധ്വനിക്കുന്ന പേര്, നിശ്ചയദാർഢ്യത്തിന്റെയും അചഞ്ചലമായ സ്ഥിരോത്സാഹത്തിന്റെയും ചാതുര്യത്തിന്റെയും ഒരു ദീപസ്തംഭം. സഖാവ് പിണറായി എന്ന് സംസ്ഥാനമെമ്പാടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കപ്പെടുന്ന അദ്ദേഹം 1944 പഴയ മദ്രാസ് പ്രസിഡൻസിയിലെ പിണറായി ഗ്രാമത്തിൽ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും 14ാമത്തെ മകനായി ജനിച്ചു. പിതാവിന്റെ അകാല മരണത്തിൽ ദുഃഖിതനായ പിണറായിയുടെ കുട്ടിക്കാലം കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം പഠനം നിർത്താൻ ഇത് അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. തുടർന്ന് തലശ്ശേരിയിലെ പ്രശസ്തമായ ബ്രണ്ണൻ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിൽ ചേരുന്നതിനു മുൻപ് പിണറായി കുറച്ചുകാലം കൈത്തറി നെയ്ത്ത് ജോലി ഏറ്റെടുത്തു. 1998 അദ്ദേഹം CPIM കേരള സംസ്ഥാന സെക്രട്ടറിയായി. 2015 വരെ ആ സ്ഥാനത്ത് തുടർന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പോലീസ് പീഡിപ്പിക്കുകയും ചെയ്തു. മോചിതനായ ശേഷം പിണറായി തന്റെ രക്തം പുരണ്ട ഷർട്ട് വീശി താൻ നേരിട്ടതായി ആരോപിക്കപ്പെടുന്ന ക്രൂരതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു ഐതിഹാസിക പ്രസംഗം നടത്തി. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി ചരിത്രം സൃഷ്ടിച്ചു. തലശ്ശേരിയിലെ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ പിണറായി വിജയൻ രാഷ്ട്രീയത്തിലേർപ്പെട്ടു. ഒടുവിൽ 1964 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു. കേരള സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് KSFന്റെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായി. 1970 കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ തായത്ത് രാഘവനെ 743 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 1996 പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ KN കണ്ണൂത്തിനെ 28,078 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 1996 മുതൽ 98 വരെ EK നയനാർ മന്ത്രിസഭയിൽ വൈദ്യുതി സഹകരണ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും സ്ഥാനങ്ങൾ നിർവഹിച്ചു. ഇപ്പോഴിതാ കൊടിയ വിവാദങ്ങൾക്ക് നടുവിലും വീര്യമൊട്ടും ചോരാതെ കരുത്തനായ നേതാവ് മുന്നോട്ട് തന്നെ. 3ാം തുടർ ഭരണത്തിനായി പൊരുതുന്ന കേരളത്തിന്റെ ക്യാപ്റ്റന് ജന്മദിനാശംസകൾ.